തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിൽ നിന്നും കണ്ടെത്തിയ സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹത്തിന്റെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയായി. മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരങ്ങളുമായി നീലഗിരിയിൽ നിന്നും അനൽക സെയ്ദ് ചേരുകയാണ്. അനൽക, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? മൃതദേഹം പുറത്തേക്ക് പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? 1.5 വർഷം മുമ്പ് കോഴിക്കോട് നിന്നും കാണാതായിട്ടുള്ള വയനാട് പൂമല ചെട്ടിമൂല സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ഇപ്പോൾ അത് പുറത്തെടുത്ത്, അതായത് ഈ നീലഗിരി ചേരമ്പടി വനത്തിൽ നിന്നും പുറത്തെടുത്ത് അത് ഇപ്പോൾ ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പ്രതികളായിട്ടുള്ള 3 പേരിൽ 2 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മറ്റൊരാളായിട്ടുള്ള നൌഷാദ് ഈ വിദേശത്താണുള്ളത്. ഇതിലുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരി സ്വദേശികളായിട്ടുള്ള അജേഷ് അതോടൊപ്പം തന്നെ ജ്യോതിഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണിതരായിട്ടുള്ള ആൾക്കാരെ ടവർ ലൊക്കേഷനുകളും അതോടൊപ്പം തന്നെ ഈ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡുകളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നൌഷാദിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന. ബത്തേരി വിനോദ് വയൽ ഹേമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം 2024 മാർച്ച് 20-നാണ് ഇത്തരത്തിൽ ഈ ഹേമചന്ദ്രന്റെ പ്രതികൾ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് സംബന്ധിച്ച് ഭാര്യ സുബിഷ 2024 ഏപ്രിൽ 1-ന് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തമിഴ്നാട് നീലഗിരി വനത്തോട് ചേർന്നിട്ടുള്ള ചേരമ്പടി വനത്തിൽ നിന്നാണ്, ചതുപ്പ് നിലയിൽ നിന്നാണ് ഈ ഹേമചന്ദ്രന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് പ്രതികളിൽ ഒരാളുടെ സാന്നിധ്യത്തിൽ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സംഗീത. ശരി അനൽക.